വഖഫ് ഭേദഗതി ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും കേരളത്തിൽ വിവിധ ക്രിസ്തീയ സഭകൾ അവരുടെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഇടതുപക്ഷ എംപിമാർ ബില്ലിനെ പിന്തുണയ്ക്കണം, ഇല്ല എങ്കിൽ അവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇന്ന് ദീപിക പത്രം മുഖപ്രസംഗം എഴുതുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇത്തവണ കേരളത്തിലെ കോൺഗ്രസ് ഇടതുപക്ഷ എംപിമാർ പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. മുൻകാലങ്ങളിലെ പോലെ അവർക്ക് ഒളിച്ചു കളിക്കാൻ കഴിയില്ല, വ്യക്തമായ ഒരു നിലപാടെടുക്കണം. ദീപികയുടെ മുഖപ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഈ ബില്ല് പാസ്സാകുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ ഇതിനെ പിന്തുണയ്ക്കാതെ മാറി നിന്നാൽ കാലം നിങ്ങളെ അതുപോലെ അടയാളപ്പെടുത്തും എന്ന് പറയുന്നു. ഏതായാലും ഇതിനേക്കാൾ വലിയ ഭയത്തിലാണ് കോൺഗ്രസിലും ഇടതുപക്ഷത്തിലുമുള്ള കേരള കോൺഗ്രസിൻ്റെ പാർട്ടികൾ. രണ്ട് വിഭാഗങ്ങൾ ഇപ്പോഴും കേരള കോൺഗ്രസിൻ്റെ രണ്ട് വിഭാഗങ്ങൾ, മാണിയുടെ വിഭാഗം, ജോസഫ് വിഭാഗമൊക്കെ രണ്ട് മുന്നണിയിലായി നിലകൊള്ളുകയാണ്. അവരെ സംബന്ധിച്ച് ഇത് ഇടുത്തി പോലത്തെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സഭകൾ നൽകിയിരിക്കുന്നത്. കാരണം UDF-നും അല്ലെങ്കിൽ LDF-നും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കാമെങ്കിൽ ഇവരുടെ സ്ഥിതി അതല്ല. കാരണം ക്രിസ്ത്യാനികളുടെ ഒരു പിന്തുണയിൽ മാത്രം മുമ്പോട്ട് പോകുന്ന പാർട്ടികളാണ് ഇവർ. ഇവിടെയാണ് എന്ത് നിലപാടെടുക്കണമെന്ന് അറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥ. കേരള കോൺഗ്രസിനും എംപിമാരുള്ളതാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും നിർണായകമായ മണിക്കൂറിലൂടെയാണ് കടന്നു പോകുന്നത്. നാളെ സഭയിൽ ഈ ബില്ല് വരുമ്പോൾ കേരളത്തിലെ എംപിമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള നിർണായകമാണ്. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഹൈക്കമാൻഡിൻ്റെ നിലപാടാണ് തങ്ങളുടെ നിലപാടെന്ന്. ഇനി അറിയേണ്ടത് കേരള കോൺഗ്രസിൻ്റെ നിലപാടാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.